ാണ് തൃശൂർ പൂരം ആഘോഷിക്കുന്നത്. പൂരം കാണുവാനായി വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നും പതിനായിരക്കണക്കിന് ആളുകളാണ് തൃശൂർ നഗരിയിലേക്ക് ഒഴുകിയെത്തുന്നത്. ആനകൾ, കുടമാറ്റം, മേളം, വെടിക്കെട്ട് തുടങ്ങിയവയാണ് പൂരത്തിന്റെ പ്രധാന ആകർഷണങ്ങൾ. പൂരം എന്ന് പറയുമ്പോൾ മലയാളി മനസ്സിലേക്ക് ഓടിയെത്തുന്നതാണ് തൃശൂർ പൂരം. പേരിൽ തൃശൂർ ഉണ്ടെങ്കിലും കേരളത്തിന്റെ മുഴുവൻ ആഘോഷമാണിത്. നാനാഭാഗത്തു നിന്നുള്ള ആളുകളടക്കം പൂരം കാണാൻ എത്താറുണ്ട്. തൃശൂർ പൂരം പിറന്നതിന് പിന്നിലെ ഐതിഹ്യമായി നിരവധി കഥകൾ പ്രചരിക്കുന്നുണ്ട്. കൊച്ചി രാജാവായിരുന്ന ശക്തൻ തമ്പുരാനുമായി ബന്ധപ്പെട്ടാണ് പലപ്പോഴും തൃശൂർ പൂരത്തിന്റെ ആരംഭം പറയാറുള്ളത്. 2 നൂറ്റാണ്ട് മുമ്പ് അന്ന് ശക്തൻ തമ്പുരാൻ കൊച്ചി രാജ്യം ഭരിച്ചിരുന്ന കാലം. അന്ന് തൃശൂർ പൂരം പോലെ ആളുകൾ ആഘോഷമാക്കിയ പൂരമാണ് ആറാട്ടുപുഴ പൂരം. പല പ്രദേശങ്ങളിലെ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള ഘോഷയാത്രകളും ആറാട്ടുപുഴ ക്ഷേത്രത്തിൽ എത്തിച്ചേരും. ഹിന്ദു ഐതിഹ്യ പ്രകാരം ലോകത്തിലെ 30 മുക്കോടി ദേവതകളും ആറാട്ടുപുഴയിലേക്ക് അന്ന് പൂര ദിവസം എത്തിച്ചേരുമെന്നാണ് വിശ്വസിച്ചിരിക്കുന്നത്.